ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിഷസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും പച്ചക്കറികളാണ്. ചേന എടുത്തിട്ടുണ്ട്, കായ, കുമ്പളങ്ങ, അതുപോലെ വെള്ളരിക്ക ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പാവയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒപ്പം ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഇളയ ബീൻസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചക്കറികളിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അവിയൽ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളി, 3 പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നീട് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ അരയരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ ആ പച്ചക്കറി വേവാൻ വെച്ചിരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിയൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലെ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുത്തത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു അരപ്പുടെ മുകളിലേക്ക് പച്ചക്കറികളിട്ട് ഒന്ന് ഒതുക്കി കൊടുത്ത് നമുക്കൊന്ന് ദമ്മ് കയറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് അരപ്പും അവിയൽ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അവിയലിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മുടെ അവിയൽ നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളിലേക്കും ഈ ഒരു അരപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് ലിഡൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ലിഡ് ക്ലോസ് ചെയ്ത് 2 മിനിറ്റ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറുമാണ്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒട്ടും പുളിയില്ലാത്ത 1 കപ്പ് നല്ല കട്ട തൈരാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തൈര് ഇട്ട് കൊടുത്തതും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഫ്രഷ് കരിവേപ്പിലയും പിന്നീട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ലിഡ് ക്ലോസ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, സദ്യ സ്പെഷ്യൽ അവിയൽ. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.